വെൽക്കം ബാക്ക് പ്രിയമുള്ളവരെ. നമ്മുടെ കൗമാര കലാപൂരത്തിന് കലകലക്കൻ പൂരത്തിന് തൃശ്ശൂര് ഒരുങ്ങുകയാണ്. സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അത് എന്തായി എന്ന് നമുക്ക് നോക്കണം. ആവേശത്തിരയിളക്കി കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണം ഇപ്പോൾ തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. നാളെ നഗരത്തിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകും. 14 മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ജെയ്സൺ ചാമോടൊപ്പം ചേരുന്നു. ജെയ്സൺ, അപ്പോ ഗഡിയോളെ റെഡിയല്ലേ? തൃശ്ശൂരിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായോ? കലകലക്കൻ പൂരവുമായി നമ്മളും തയ്യാറല്ലേ ജെയ്സൺ? വിനീത, അതിലെന്താ സംശയം? നാം അത് തകർക്കും. ഈ കലോത്സവം പൂരം എങ്ങനെയാണോ നമ്മൾ കയ്യിലെടുത്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പൂരം നമ്മൾ അങ്ങനെ ഈ ഉള്ളം കയ്യിലെടുത്ത് കൊണ്ടുവരായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ കലോത്സവം റിപ്പോർട്ടർ TV കയ്യിലെടുത്ത് ജനങ്ങൾക്ക് സമർപ്പിക്കും. അത്രയേറെ ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ എല്ലാ അവസാനഘട്ട പണിപ്പുരയും നമ്മുടെ പണിപ്പുരകളിൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. 25 വേദികളിലായി 290ഓളം കലാരൂപങ്ങൾ മാറ്റുരയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന തൃശ്ശൂരിൽ ഒരു കാര്യം ഒരുങ്ങുമ്പോൾ എല്ലാത്തിനും വ്യത്യസ്തതയുണ്ടാകും. 14-ാം തീയതി 9 മണിക്ക് ഞാൻ കാണുന്ന, എനിക്ക് പുറകിൽ കാണുന്ന ഈ പ്രധാന വേദി, ആ വേദിയുടെ മുന്നിൽ ഒരു മിനി തൃശ്ശൂർ പൂരം നടക്കും. 64ാമത്തെ കലോത്സവമാണ്. 64 പൊൻകുടകൾ ഇവിടെ വിരിയും. അതോടൊപ്പം തന്നെ അതിനു മുമ്പിൽ പാണ്ടിമേളം, അതായത് ഇലഞ്ഞിത്തറ മേളത്തിന്റെ അതേ മേളം ഇതിനു മുമ്പിൽ തിരുവമ്പാടി പാറമേക്കാവ് മേള പ്രമാണിമാരുടെ നേതൃത്വത്തിൽ നടക്കും. 100ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും ഗംഭീരമായ മേളത്തോടു കൂടിയാണ് 14-ാം തീയതി രാവിലെ കലോത്സവത്തിന് തുടക്കമാകുക. 9 മണിക്ക് തുടങ്ങി 10:30 വരെ ആ മേളമുണ്ടാകും. അത് കാണുന്നതിന് വേണ്ടി ഒരുപക്ഷെ പൂരപ്രേമികൾ ഉൾപ്പെടെ ഇവിടെ മുഴുവൻ ജനസഹസ്രമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രി രാവിലെ 10:00 ഇതിന് ഉദ്ഘാടനം നിർവഹിക്കും. പിന്നീട് അങ്ങ് കലകലക്കൻ പൂരമാണ്. യുവ കുട്ടികളുടെ അവരുടെ കലാപ്രതിഭ ഉരച്ചു നോക്കുന്ന ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനി, തേക്കിങ്കാട് മൈതാനിയിൽ വടക്കുന്നാഥനെ സാക്ഷി നിർത്തി ഇതിന് ചുറ്റുമുള്ള 3 പന്തലുകൾ, അങ്ങനെ തുടങ്ങി 25 പന്തലുകൾ എല്ലായിടത്തും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ഗംഭീരമായി കാര്യങ്ങൾ ഒരുക്കാൻ കഴിയാവുന്ന ഏക ജില്ല തൃശ്ശൂരാണ്. 1-1.5 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര വേദികൾ, നിയന്ത്രണത്തിലും സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള എത്ര ഗംഭീരമായി പണിയാൻ കഴിയാവുന്ന വേദികൾ മറ്റൊരു ജില്ലകൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയേറെ ഗംഭീരമായ ഒരുക്കങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങളാണ് ഈ കപ്പ് കൊണ്ടുവന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നു ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. അത്രയേറെ വാശി തൃശ്ശൂർക്കാർ ഇക്കാര്യത്തിലുണ്ട്. ഇനി ഒരിക്കൽ 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃശ്ശൂർ കപ്പെടുത്തത്. ആ സ്വർണ്ണക്കപ്പ് ഇന്ന് രാവിലെ തന്നെ അതിർത്തിയിൽ വലിയ സ്വീകരണം നൽകി. ആ സ്വീകരണങ്ങൾ പല സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന നാളെ ഉച്ചയോടുകൂടി ആ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലെത്തും, ടൗൺ ഹാളിലെത്തും. ടൗൺ ഹാളിൽ വലിയ ഘോഷയാത്ര അവിടെ നിന്ന് ഒരുക്കും. മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ള വലിയ നിരയുടെ സാന്നിധ്യത്തിൽ ആ ഘോഷയാത്ര സ്വരാജ് റൗണ്ടിലേക്ക് കടന്ന് സ്വരാജ് റൗണ്ട് വലം വെച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദിയുടെ സമീപത്തെത്തും. അതോടുകൂടി പൊടിപൂരമാണ്. ഏറ്റവും വലിയ കലാപൂരത്തിലേക്ക് കേരളത്തെ സ്വാഗതം ചെയ്യുന്ന ഗംഭീരമായ പരിപാടികൾ തൃശ്ശൂർക്കാർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വരണം. ജെയ്സൺ, നമ്മുടെ ടീം മുഴുവൻ സജ്ജമാണ്. അരുൺ സാറുണ്ട്, VS രഞ്ജിത്ത് ഉണ്ട്, റോഷ്നി ഉണ്ട്. പക്ഷേ ആ AI പൂരത്തിൽ ജെയ്സൺ ഇരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. കൂടുതൽ യങ് ആൻഡ് എനർജറ്റിക് ആണ് കേട്ടോ. വിനീത, എനിക്ക് ഈ സത്യത്തിൽ ഈ തൃശ്ശൂർ, ക്ഷമിക്കണം, ഈ തൃശ്ശൂർ പൂരം എന്നാ വരുന്നത്. ഞങ്ങൾ തൃശ്ശൂരൊക്കെ പൂരം കഴിഞ്ഞിട്ടല്ലേ എന്തുള്ളൂ. ഈ കലാപൂരത്തിന്റെ സ്വർണ്ണക്കപ്പിന് തൃശ്ശൂരുമായി വലിയ ബന്ധമാണ്. സ്വർണ്ണക്കപ്പിന് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ആദ്യമായി സ്വർണ്ണക്കപ്പ് വേണമെന്ന ഒരു നിർദ്ദേശം വെക്കുന്നത്. അതിൻ്റെ ആദ്യ ചർച്ച നടന്നത് ഒരു സ്വർണ്ണക്കപ്പ് വേണം, അതിന് പണം വേണം, 101 പവന്റെ സ്വർണ്ണക്കപ്പ് വേണം, അതിന് പണം വേണം. അതിൻ്റെ ആദ്യ ചർച്ച നടക്കുന്നത് തൃശ്ശൂരിലാണ്. അതിനേക്കാൾ പ്രധാനം ആ സ്വർണ്ണക്കപ്പിന് രൂപകൽപ്പന ചെയ്യുന്ന തൃശ്ശൂരിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോമിലാണ്. അങ്ങനെ ഈ സ്വർണ്ണക്കപ്പിനും ഈ കലയ്ക്കും എല്ലാം ഈ തൃശ്ശൂരുമായി അടുത്ത ബന്ധമുണ്ട്. ഇതിൻ്റെ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. അതോടൊപ്പം ഞാൻ ആദ്യമായി ഇത് കാണാൻ വരുന്നത് 94-ലാണ്. അന്ന് സാംസ്കാരിക സമ്മേളനം സുകുമാർ അഴീക്കോട് പങ്കെടുത്തൊരു സാംസ്കാരിക സമ്മേളനം, അത് സുകുമാർ അഴീക്കോടിന്റെ പ്രസംഗിക്കാൻ ഓടി നടന്നൊരു കാലമാണ് 94-ല്. അന്നാണ് ഞാൻ ആദ്യമായി കലോത്സവത്തിന്റെ ആ പടിവാതിലേക്കാണ്. പിന്നെ ഇങ്ങനെ കാലങ്ങളോളം നടന്നു. ഏതായാലും ജെയ്സനെ കണ്ടപ്പോൾ എന്ത് തോന്നി? അത് പിന്നെ എങ്ങനെയാവുമെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ AI ആവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കൂടുതൽ എനർജിയോട് കൂടി വരാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കലോത്സവം നമ്മൾ തൂക്കും വിനീത. അതാണ് കലകലക്കൻ പൂരം.
ഗൗരവമായത് അവിടെ ജയ്സേട്ടനും രഞ്ജിത്തും സുനിഷയും റോഷ്നിയും അരുൺ സാറും അടങ്ങുന്ന വലിയ ടീം എന്തായാലും തയ്യാറാണ്. കലോത്സവ വിശേഷങ്ങൾ അപ്പോൾ ഒരു പൂരം ആയിരിക്കും കലോത്സവ നഗരിയിൽ ഉണ്ടാവുക എന്നാണ് ജെയ്സൺ ചാമോൾ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം